കള്ളൻ കള്ളൻ എന്ന് വിളിച്ചു പറഞ്ഞ് മോഷ്ടാവ് തന്നെ അൾക്കൂട്ടത്തോടൊപ്പം ഓടുന്ന കഥയുണ്ടല്ലോ. അതുപോലെയാണ് മുഖ്യമന്ത്രി വി ഡി സതീശന്റെ അവസ്ഥ. എന്തിനാണ് താങ്കൾ ഇത്രയും സുപ്രധാനമായ വകുപ്പുകൾ കയ്യിൽ വെച്ചത് എന്ന ചോദ്യം ചോദിക്കുമ്പോൾ അദ്ദേഹം തിരിച്ചു ചോദിക്കുന്നത് എന്തിനാണ് പിണറായി വിജയൻ IT വകുപ്പ് കയ്യിൽ വെച്ചത് എന്നാണ്. കേൾക്കാം. IT വേറെ മന്ത്രിമാരുടെ കയ്യിലായിരുന്നു. എന്തിനാ IT എടുത്തു വെച്ചത്? അഴിമതി നടത്താൻ വേണ്ടിയിട്ടാണ്. IT വ്യവസായ വകുപ്പിൻ്റെ കൂടെ കൊടുക്കേണ്ട IT എടുത്ത് പിണറായി വിജയൻ കയ്യിൽ വെച്ചത് ഞാൻ ചോദിക്കുന്നത് ആർക്ക് വേണ്ടിയിട്ടാണെന്ന്. ആർക്ക് വേണ്ടിയിട്ടായിരുന്നു IT എടുത്തു വെച്ചത്? IT വകുപ്പ് വ്യവസായ മന്ത്രിക്ക് കൈമാറുന്ന രീതി UDFിൻ്റെതാണ്. UDF സർക്കാർ അധികാരമേൽക്കുമ്പോൾ PK കുഞ്ഞാലിക്കുട്ടിയാണ് വ്യവസായ വകുപ്പ് മന്ത്രി. അദ്ദേഹത്തിന് തന്നെ IT വകുപ്പും നൽകും. അത് UDFിൻ്റെ രീതിയാണ്. LDF സർക്കാർ അധികാരത്തിൽ വരുമ്പോൾ IT വകുപ്പ് എപ്പോഴും മുഖ്യമന്ത്രിയുടെ കൈവശമാണ്. EK നായനാർ മുഖ്യമന്ത്രിയായിരിക്കുമ്പോൾ അന്നാണ് IT വകുപ്പ് രൂപീകരിച്ചത് തന്നെ. EK നായനാരുടെ കൈവശമായിരുന്നു IT. അതിനുശേഷം VS അച്യുതാനന്ദൻ മുഖ്യമന്ത്രിയായിരിക്കുമ്പോൾ VS അച്യുതാനന്ദന്റെ കൈവശമായിരുന്നു ഇൻഫർമേഷൻ ടെക്നോളജി ഡിപ്പാർട്ട്മെന്റ് IT വകുപ്പ്. അതിനുശേഷം പിണറായി വിജയൻ മുഖ്യമന്ത്രിയായിരിക്കുമ്പോൾ പിണറായി വിജയന്റെ കൈവശമാണ് IT വകുപ്പ്. ഇത് LDFിന്റെ രീതിയാണ്. അദ്ദേഹത്തിന്റെ ധാരണ UDFിന്റെ കാലത്തേതുപോലെ തന്നെയാണ് LDFിന്റെ കാലത്തും വകുപ്പ് വിഭജനം നടത്താറുള്ളത് എന്നാണ്. എന്നാൽ അങ്ങനെയല്ല മിസ്റ്റർ വി ഡി സതീശൻ. കാര്യങ്ങളൊന്ന് വസ്തുതകളൊന്ന് മനസ്സിലാക്കൂ. പഠിച്ചിട്ട് പറയുന്ന ആളല്ലേ, പഠിച്ചിട്ട് കാര്യങ്ങൾ പറയും. ഇനിയിപ്പോൾ താങ്കൾ കൈവശം വെക്കുന്ന വകുപ്പുണ്ട്, 3 വകുപ്പ്, സുപ്രധാനമായ വകുപ്പ്. എന്തിനാണ് കൈവശം വെക്കുന്നത്? സുപ്രധാനമായ വകുപ്പ് അദാനിയെ സഹായിക്കാനല്ലേ എന്ന ചോദ്യമാണ് പ്രതിപക്ഷ നേതാവ് ഉയർത്തിയത്. കേൾക്കാം അദ്ദേഹത്തിന്റെ വാക്കുകൾ. ഇവിടെ ഒരു പ്രത്യേക സാഹചര്യമുണ്ട്. ഞാൻ പറഞ്ഞല്ലോ, പോർട്ട്, നിയമം, ധനം, മന്ത്രിസഭയിൽ പോകേണ്ട കാര്യങ്ങൾ വരുമ്പോൾ അത് കൈകാര്യം ചെയ്യേണ്ടത് മുഖ്യമന്ത്രി തന്നെ. എല്ലാം മുഖ്യമന്ത്രിയുടെ കയ്യിലാണുള്ളത്. ഇത് പ്രധാനപ്പെട്ട ചോദ്യമാണ്. കാരണം അദാനിക്ക് വേണ്ടിയല്ലേ 3 വകുപ്പും മുഖ്യമന്ത്രി കൈവശം വെക്കുന്നത് എന്ന ചോദ്യമാണ് ഉയരുന്നത്. അതിന് കൃത്യമായ മറുപടി പറയാൻ കഴിയുന്നില്ല. അദ്ദേഹം പറയുന്നത് ധനകാര്യ വകുപ്പ് പോലും എനിക്ക് വേണ്ട എന്ന് പറഞ്ഞതാണ് എന്നാണ്. അതിലൊരു ശരിയുണ്ട്. അതേക്കുറിച്ച് മറ്റൊരു വീഡിയോ നമുക്ക് ചെയ്യാം. എന്നാൽ ഇന്നത്തെ സാഹചര്യത്തിൽ അദാനി വകുപ്പിന് വേണ്ടി തുറമുഖ വകുപ്പ്, നിയമവകുപ്പ്, ധനകാര്യ വകുപ്പ് കൈവശം വെച്ചു. ആ ചോദ്യത്തിനുള്ള ഉത്തരം കൃത്യമായി പറയാൻ വി ഡി സതീശന് കഴിയുന്നില്ല. അതുകൊണ്ട് തന്നെയാണ് ഇന്ന് വീണ്ടും P രാജീവ് ചോദിച്ചത്. കൃത്യമായി എന്താണ് സംഭവിക്കുന്നത് എന്ന് അദ്ദേഹം വിശദീകരിക്കുന്നുണ്ട്. കേട്ടു നോക്കാം. ഒരു തുറമുഖം സ്വാഭാവികമായിട്ടും മുഖ്യമന്ത്രി എടുക്കുന്നു. തുറമുഖം എടുക്കുമ്പോൾ തുറമുഖത്തിന്റെ അധിക ബാധ്യത കരാറിനകത്ത് നിയമപരമായി നിൽക്കുമോ എന്ന് അദ്ദേഹം തന്നെ പരിശോധിക്കുന്നു. ധനപരമായി സംസ്ഥാനത്തിന് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടാകുമെന്ന് അദ്ദേഹം തന്നെ പരിശോധിക്കുന്നു. അത് പരിശോധിക്കേണ്ട താഴെയുള്ള ഉദ്യോഗസ്ഥരെ അദ്ദേഹം തന്നെ നിയോഗിക്കുന്നു. ഇതാണ് ഒരു ക്രോസ് ചെക്കിംഗ് മെക്കാനിസം ഭരണ സംവിധാനത്തിനകത്ത് ഉണ്ടാകണം. കളക്റ്റീവ് റെസ്പോൺസിബിലിറ്റിയുടെ പ്രാഥമികമായ പാഠം എന്ന നിലയിലാണ് നമ്മുടെ റൂൾസ് ഓഫ് ബിസിനസ് അങ്ങനെ വിഭാവനം ചെയ്തിട്ടുള്ളത്. അതിലേറ്റവും കീ പോസ്റ്റുകൾ 3, കീ മിനിസ്ട്രി പോർട്ട്ഫോളിയോ 3 കയ്യിൽ വയ്ക്കും. അതിന്റെ പ്രത്യാഘാതമാണ്. അല്ലാതെ ഏതൊക്കെ വകുപ്പ് കയ്യിൽ വെച്ചാലും ഈ പ്രശ്നമില്ല. ഇപ്പൊ ഇൻഡസ്ട്രി, അഗ്രികൾച്ചർ, ലേബർ ഒരാൾ കയ്യിൽ വെച്ചു, ഒരു പ്രശ്നമില്ല. കാരണം അതെല്ലാം ഇപ്പൊ ഇൻഡസ്ട്രി കൈവയ്ക്കുന്ന ഞാൻ ധനകാര്യമാണ്, ധനകാര്യത്തിലേക്ക് അയക്കണം. ഇനി അല്ലെങ്കിൽ മുഖ്യമന്ത്രിക്ക് അയക്കണം. ഏത് വകുപ്പാണെങ്കിലും അവസാനം മുഖ്യമന്ത്രി കാണണം, നയപരമായ കാര്യങ്ങളാണെങ്കിൽ. അപ്പൊ അതെല്ലാം ഒറ്റാളിലേക്ക് കേന്ദ്രീകരിക്കുന്നു. ആ പ്രശ്നം പറയുമ്പോൾ അതെല്ലാം മറുപടി പറയേണ്ടത്. അതുകൊണ്ടാണ് ആദ്യം പറഞ്ഞത് കള്ളൻ കള്ളൻ എന്ന് വിളിച്ചു പറഞ്ഞ് അൾക്കൂട്ടത്തോടൊപ്പം ഓടരുത് വി ഡി സതീശൻ. എന്താണ് നടക്കുന്നത് എന്ന് കൃത്യമായി വിശദീകരിച്ച് കൊടുക്കുക. എന്തുകൊണ്ടാണ് ഓഹരി കൈമാറ്റം നടത്താൻ പറ്റില്ല എന്ന ഉറച്ച നിലപാടിലേക്ക് സർക്കാർ വരാത്തത്? അവിടെയും എന്താണ് ഉരുണ്ട് കളിക്കുന്നത്? PM ശ്രീയിൽ ഉരുണ്ട് കളിച്ചതുപോലെ, മദ്യത്തിന് തീരുവ ഇളവ് നൽകിയപ്പോൾ ഉരുണ്ട് കളിച്ചതുപോലെ ഇതാ ഓഹരി കൈമാറ്റ കാര്യത്തിലും ഉരുണ്ട് കളിക്കുകയാണ്. ഒരു തീരുമാനമെടുക്ക് നൽകില്ല, അദാനിക്ക് ഓഹരി കൈമാറ്റം അനുവദിക്കില്ല, അതിനുവേണ്ടി അനുമതി സംസ്ഥാന സർക്കാർ നൽകില്ല എന്ന നിലപാട് സ്വീകരിക്കൂ. എന്തുകൊണ്ട് സ്വീകരിക്കുന്നില്ല? അപ്പോൾ ചില ദുരൂഹതകളുണ്ട്, ചില കളികൾ നടന്നിട്ടുണ്ട് എന്ന് സാധാരണക്കാരൻ വിശ്വസിച്ചാൽ അവന് കുറ്റം പറയാൻ കഴിയുമോ? വെറുതെ KK രാഗേഷിന്റെ തലയിൽ കയറിയിട്ട് എന്താണ് കാര്യം? ജില്ലാ സെക്രട്ടറി ഒക്കെയാണ് അദ്ദേഹം, സാധാരണ പൗരൻ കൂടിയല്ലേ. അദ്ദേഹത്തിന് ചോദ്യങ്ങൾ ചോദിക്കാമല്ലോ. അതിനെന്തിനാണ് ഇത്ര പ്രകോപിതനാകുന്നത്? ഇനിയിപ്പോൾ KK രാഗേഷിനെതിരെ
താങ്കളുടെ കയ്യിൽ, താങ്കൾ ഇപ്പോൾ മുഖ്യമന്ത്രിയാണല്ലോ, എന്തെങ്കിലും വിവരമുണ്ടെങ്കിൽ ധൈര്യത്തോടെ പുറത്തു പറയൂ, തെളിവുകൾ സഹിതം പുറത്തു പറയൂ. അതല്ലെങ്കിൽ അദ്ദേഹത്തിനെതിരെ കേസെടുക്കൂ. മുഖ്യമന്ത്രിയല്ലേ താങ്കൾ? എന്തിനാണ് ഇങ്ങനെ വിരട്ടി നിർത്താൻ നോക്കുന്നത്? എന്തൊക്കെയാണ് കേരളത്തിൽ നടക്കുന്നത്? താങ്കൾ ചോദിച്ച ചോദ്യം തന്നെ തിരിച്ചു ചോദിക്കുകയാണ്. എന്തൊക്കെയാണ് വി ഡി സതീശൻ മുഖ്യമന്ത്രി കേരളത്തിൽ നടക്കുന്നത്?